ഫ്രണ്ട്സ്, ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ അടിപൊളിയാണല്ലേ. അപ്പോൾ അതിന് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം തന്നെയാണ് പായസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സേമിയയാണ്. കാരമലൈസ് ആയിട്ടുള്ള സേമിയ പായസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായി സേമിയ നെയ്യിൽ വറുത്തെടുത്ത് ബ്രൗൺ കളർ ആയിട്ടതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് രണ്ടാം പാലിൽ നമുക്ക് നമ്മുടെ സേമിയ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഒന്നാം പാലും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതാ സ്റ്റവ് ഓഫാക്കാൻ തന്നെ ഒന്നാം പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു തരി വെള്ളം ചേർത്തിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി ചേർക്കാം. അതിലേക്ക് ഒരു തരി 2-3 സ്പൂൺ തന്നെ ആയിക്കോട്ടെ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്യാം.